പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് അമ്പനാട് എസ്റ്റേറ്റിന്റെ നടുവിലാണ്. അപ്പോൾ ഇതിന്റെ കറക്റ്റ് സ്പോട്ട് വരുന്നത് പുനൂരിൽ നിന്ന് നമ്മളൊരു 20 കിലോമീറ്റർ അകത്തേക്ക് വരുമ്പോൾ അമ്പനാട് എസ്റ്റേറ്റ് ഒട്ടുമിക്ക എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണിത്. നല്ല കൊച്ചു കൊച്ചു കാട്ടരുവികൾ. പിന്നെ ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് അടിപൊളി തണുപ്പാണ്. ഈ ഒരു വീഡിയോയ്ക്ക് സൗണ്ടിൻ്റെ ഒരു ചെറിയ പ്രശ്നം കാണും, മറ്റൊന്നുമല്ല ഈ വെള്ളത്തിൻ്റെ ഒക്കെ ഒരു സൗണ്ട് വരും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയുടെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ സ്ഥലം കാണാൻ മാത്രമല്ല വന്നിരിക്കുന്നത്, ഒരു കുക്കിംഗ് വീഡിയോ ചെയ്യാൻ കൂടിയാണ്. അപ്പോൾ നമ്മളിന്ന് കുക്ക് ചെയ്യാൻ പോകുന്നത് നല്ല ചീനിപ്പുഴുക്കും നല്ല ബീഫ് കറിയുമാണ്. അപ്പോൾ നമുക്ക് ചെയ്യാം. വാ. ചീനി അടുപ്പത്ത് വെക്കാം. അത് ചീനി വേകുമ്പോഴത്തേക്ക് നമ്മുടെ ബീഫ് കറിയുടെ പരിപാടികളൊക്കെ നോക്കാം. അപ്പോൾ നമ്മൾ കുറച്ച് സുഹൃത്തുക്കളൊക്കെ വന്നിട്ടുണ്ട്. അവർ ബീഫിനുള്ള ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ബീഫ് കഴുകിയെടുക്കാം. ബീഫിന് ആവശ്യമായിട്ടുള്ള മസാല മാത്രമേ ഇപ്പോൾ ഇടുന്നുള്ളൂ. അപ്പോൾ നമ്മൾ മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചീനിയുടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് ബീഫ് വെക്കാൻ നോക്കാം. എണ്ണ ഇട്ട് കൊടുക്കുക. എണ്ണ ചൂടാക്കിയിട്ട് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ തേങ്ങാക്കൊത്തൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയാണ്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് പച്ചമുളക്, കറിവേപ്പില, ഇനി വെണ്ണകളൊക്കെ നല്ലോട്ടൊന്ന് മൂക്കട്ടെ. പച്ചമുളകൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് കൊച്ചുള്ളി ചേർത്ത് കൊടുക്കാം. ഉള്ളിയൊക്കെ പെട്ടെന്ന് വഴറ്റിയിട്ട് നമുക്ക് ഇച്ചിരി ഉപ്പ് ചേർത്ത് കൊടുത്ത് ഇളക്കാം.
ബീഫൊക്കെ നല്ലപോലെ വേണ്ട ആ മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. നമുക്കിനി ബീഫ് ചേർത്ത് കൊടുക്കാം. അപ്പൊ നമ്മള് നല്ല മസാലയൊക്കെ പുരട്ടി മാറ്റി വെച്ചിരുന്നായിരുന്നു ബീഫ്. ബീഫ് വേവാൻ ആവശ്യത്തിനുമായ വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പൊ നമുക്കിനി അടച്ചു വെച്ചിട്ട് 1 അരമണിക്കൂർ വേവിക്കാനായിട്ട് വിടാം. അപ്പൊ നമ്മുടെ ബീഫ് നമ്മളൊരു അരമണിക്കൂറൊക്കെ മതിയെന്ന് പറഞ്ഞിരുന്ന നല്ല വേവുള്ള ബീഫായിരുന്നു. ഇപ്പൊ തന്നെ ഒരു 1.25 മണിക്കൂറായിട്ടുണ്ട്. ഏകദേശം വെന്തിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇറക്കി വെക്കാം. അപ്പൊ നമ്മുടെ ബീഫിന്റെ പരിപാടി എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഏകദേശം 7 മണിയായിട്ടുണ്ട്. നമ്മൾ ഒരുപാട് വൈകി. നമ്മൾ ഒരു 2:30 ഒക്കെ ആയപ്പോഴാണ് നമ്മൾ വന്നത്. ഒരുപാട് വൈകി, നമ്മൾ വിചാരിച്ചതിന് ഒരുപാട് വൈകി. നമുക്ക് കഴിക്കാം ഒരുപാട് ലേറ്റ് ആവാതെ. കഴിച്ചു നോക്കിട്ട് നീ കൊച്ചിനോ നോക്കി വന്നു നോക്കാനുണ്ടോ സൂപ്പറാ. ഞാൻ വെച്ചോണ്ട് പറയാലോ, അടിപൊളിയാ. സൂപ്പറാണ്. അന്നമ്മ കഴിക്കാതെ തന്നെ സൂപ്പറാണ്. പൊക്കോളൂ. കറക്റ്റ് അരി ഉപ്പും എല്ലാം ഉണ്ട്. സൂപ്പറാണ്. സൂപ്പർ കറിയാണ്. മാളൂരിൽ നിന്ന് നമ്മൾ ഇത്രയും പ്രതീക്ഷിച്ചിരുന്നില്ല. കറി നമ്മൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല. പെർഫെക്റ്റ് കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷെ സംഭവം കൊള്ളാം. ബ്രെഡും ബണ്ണും ഉണ്ട്. ബ്രെഡും ബണ്ണും കൂടെ ഇട്ടെടുക്കാം. അപ്പൊ നമുക്ക് ചീനിയുടെയും ബീഫ് കറിയുടെ ഒക്കെ അഭിപ്രായം ഒന്ന് ചോദിച്ചു നോക്കാം. ചന്തു എങ്ങനെയുണ്ടാ? അത് എനിക്കൊന്ന് കഴിച്ചു നോക്കട്ടെ. ബീഫ് കറിയും ചീനിയാണ്. നല്ല രസമുണ്ട്, നൈസായിട്ടുണ്ട്. കൊള്ളാം. നല്ല സൂപ്പർ കറിയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. നമ്മളിത് തോട്ടിൻ്റെ കര വെച്ച് നല്ല വൈബായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തു. എല്ലാം നമ്മൾ സെറ്റായിരുന്നു. നമ്മൾ എൻജോയ് ചെയ്തു. ഈ ഒരു വീഡിയോക്ക് പറ്റിയ എല്ലാ രീതിയിലും ഉണ്ടായിരുന്നു. നമ്മൾ ചെയ്ത് വന്നപ്പോൾ ലേറ്റ് ആയി പോയില്ല. പക്ഷെ നമ്മൾ താമസിച്ചു എങ്കിൽ പോലും ഇപ്പൊ എല്ലാ കാര്യങ്ങളും നല്ലതായിരുന്നു. സംഭവം നല്ല വൈബ്, നല്ല ടേസ്റ്റ് ഉണ്ട്. ചീനിയും ബീഫും കൂടെ ആയപ്പോൾ തന്നെ നല്ല ടേസ്റ്റ്. സൂപ്പറാണ്, ഒന്നും പറയല്ല. കറക്റ്റ് ചേരുവകൾ ലേറ്റ് ആയെങ്കിലും സൂപ്പർ ഫുഡാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. കറക്റ്റ് ഇതൊക്കെയാണ്. കപ്പയും നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ട്. അമ്മ വീട്ടിൽ വെക്കുന്നത് നല്ലത് അതോ ഇതാണോ നല്ലത്? അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഒരുപാട് ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പൊ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ടാറ്റാ ബൈ ബൈ.